ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഡിഗ്രി വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു സീറ്റ് കിട്ടും. ഇനി അഥവാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഞാൻ അത്രത്തോളം ആശങ്ക അറിയിച്ച് മാർക്ക് കുറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇത്തവണ ഡിഗ്രി അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിൽ കുറച്ചുകൂടി ആശ്വസിക്കാവുന്ന കുറച്ച് വാർത്തകളാണ്. അതിലൊന്നാമത്തേത്, +1 സീറ്റ് കൂട്ടിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. +1 ഇത്തവണ 75,000-ലധികം സീറ്റുകൾ, അതായത് 10% സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇത്തവണ ഒരുപാട് ഡിഗ്രി കോളേജുകളുണ്ട്. ഈ ഡിഗ്രി കോളേജുകളിൽ തന്നെ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കാനായിരിക്കും നിങ്ങളുടെ ഭൂരിഭാഗവും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലെ ഒരു ആശയമായിട്ട്, സ്വപ്നമായിട്ട് നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റിലൂടെ കടന്നു പോകുന്നതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ചിലപ്പോൾ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കാനായിരിക്കും. അപ്പോൾ ഈ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പുതുതായി നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക്, അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള പോസിറ്റീവ് അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം പലരും ചോദിച്ചത്, ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, അത് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയെന്നല്ലേ, ഓരോ യൂണിവേഴ്സിറ്റിയും ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇടവേള തരും, ഒരു ടൈം ഫ്രെയിം തരും. അത് 2 ദിവസമോ 3 ദിവസമോ ആയിരിക്കും. അതിലാണ് ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർക്കും അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അതായത് അപ്ലൈ ഓൾറെഡി ചെയ്തവർക്ക് റീഅറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാനും, അപ്ലൈ ചെയ്യാത്തവർക്ക് പലവിധ കോട്ടകളിലൂടെ എഡിറ്റ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാനും. ഇപ്പോൾ കാലിക്കറ്റ് അല്ല ഞാൻ പറയുന്നത്, എം ജി യൂണിവേഴ്സിറ്റി ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിക്കാരാണെങ്കിൽ അങ്ങനെ അറിയാം. ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർക്ക് ഒരു അവസരം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീറ്റുകളുടെ കാര്യമാണ്. സീറ്റുകളുടെ കാര്യത്തിലും ഇത്തവണ യൂണിവേഴ്സിറ്റികൾ ഈ 4 വർഷ ബിരുദ കോഴ്സുകളുണ്ടല്ലോ, അങ്ങനെ ആക്കുമ്പോൾ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ന്യൂ കോഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റുകളും താരതമ്യേന കൂടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, തനിക്ക് അഡ്മിഷൻ കിട്ടാൻ നേരത്ത് കോളേജുകൾ മാറുമോ, ഇനി ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിൽ പോലും അലോട്ട്മെൻറ്റുകളിൽ വരുമോ എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ആ ഒരു സ്റ്റാറ്റിക്സ് വെച്ചിട്ട് വേണം നിങ്ങൾ അലോട്ട്മെൻറ്റിനെ അപ്ലൈ ചെയ്യാനും അതിലേക്ക് അപ്രോച്ച് ചെയ്യാനും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഇത്തവണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് OBC നിങ്ങളുടെ കാറ്റഗറി, ഇപ്പോൾ പലരും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി എന്ന് പറഞ്ഞതിലുണ്ട്. അത് രജിസ്ട്രേഷൻ സമയത്ത് അത് കൊടുക്കാതെ പോയി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനോടൊപ്പം തന്നെ ബോണസായിട്ട് ആഡ് ചെയ്യുന്ന ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർവേഷൻ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതെങ്ങനെ നിങ്ങളുടെ അഡ്മിഷനെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മാർക്ക് കുറവാണെങ്കിലും നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ ഇത്തരത്തിലുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉണ്ട്. അത് നിങ്ങളെ ഉയർന്ന റാങ്കിലും ഉയർന്ന കോളേജ് അഡ്മിഷനിലേക്കും എത്തിക്കുമെന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ട്രയൽ അലോട്ട്മെൻറ്റിലും, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് സീറ്റോ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനോ കിട്ടിയില്ല എങ്കിൽ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും സ്പോട്ട് അഡ്മിഷൻ വരെയുണ്ട്. വളരെ റാങ്ക് കുറഞ്ഞ, അതായത് +2 വളരെ മാർക്ക് കുറഞ്ഞ കഴിഞ്ഞ വർഷത്തെ പേഴ്സണലി അറിയാവുന്ന പലർക്കും സ്പോട്ട് അഡ്മിഷൻ വരെ കാത്തിരുന്ന് പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടിയവരുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആഗ്രഹിച്ച കോളേജിൽ തന്നെ, ടോപ്പ് കോളേജിൽ തന്നെ കിട്ടണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ആശങ്കപ്പെടാതിരിക്കുക. ജൂലൈ 1 മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് തന്നെ, നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് തന്നെ പോകാൻ പോകുന്നു എന്ന ആശ്വാസത്തോടെ ഇരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.